നീ കോഞ്ചറിങ് കണ്ട? ഇല്ല. കാണണ്ടേ? ഇംഗ്ലീഷോട് അടിപൊളി പടം. എനിക്ക് ഇംഗ്ലീഷ് പടം ഇഷ്ടമല്ല. ഞാനൊന്നും കാണാറില്ല. പപ്സും പരിപ്പോട് എന്തിടാ? സമയത്രടാ എന്ത് ഷോക്കാടാ? എന്തത് ഉച്ചര? ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. പ്ലാൻ എന്താടാ? പ്ലാൻ പൊളിഞ്ഞ? ആ എനിക്കറിയായിരുന്നു നിന്നെ കൊണ്ടൊന്നും ഒരു ഗുണം ഉണ്ടാവൂലെന്ന്. ഓ അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും കുഞ്ഞും 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 തന്നെ അല്ലേ? അങ്ങനെയല്ല. അയ്യോ എടാ നിനക്ക് ശരിക്കും അതോ ആ ഓറാക്കിങ് ആണോ? അച്ഛനൊന്ന് പേടിപ്പിക്കണം. പറ്റുമെങ്കിൽ പരീക്ഷ ഒന്ന് നോടെ എസ്കേപ്പ് ആണോ? ഒരു അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട്. സിനിമ ഒരു കിടിലം പണിയാണ്. എന്താ പ്ലാൻ ആ പൊളിഞ്ഞില്ലേ? ഇനി പ്ലാൻ ബി. കാര്യം എന്താന്ന് പറ. കാര്യൊന്നും പറയില്ല, കണ്ടാ മതി. പ്ലാൻ എയും ബി ഒക്കെ ക്ലീശ ഉണ്ടാ പറയാനെങ്കിൽ പറ. എന്തായാലും മെടുക്കനാണ്, എന്റെ കൂടെ ശിഷ്യനാണല്ലോ. ഒറ്റ ചവിട്ട് കിട്ടും. ഒരാശ ഇത് നീ തന്നെ വെച്ചോ. ഉപകാരപ്പെടും. അച്ഛനോട് കൊടുക്കട്ടാ. അച്ഛനോടൊക്കെ കുറച്ച് പൊക്കം വൈകിട്ടാ. അച്ഛനെ ഞാൻ കൊടുക്കും. അപ്പൊ ഇത് വെക്കേണ്ടി വരും, സൂക്ഷിച്ചു വെക്കാം. വരുന്നുണ്ട്. ഇതെല്ലാം നടക്കും. കൊറേ നേരമായല്ലോ, അവർ കാണാനില്ല. നീ ഒന്ന് പോയി നോക്കിയേ അവരോടെ വരുന്നുണ്ട്. പപ്സ് അയാളുണ്ട്. എന്താ കാണിക്കുന്നത്? കുറച്ചിരിക്കും. ആളെ കൊല്ലല്ലേട്ടോ. നീയല്ലേ കൊളാക്കോ? അറിയാൻ പാടില്ല. ഇത് ചായ കാപ്പിയാ? അല്ലടാ ചാപ്പിയാ. നമുക്ക് ഈ ചായയും കാപ്പി കൊണ്ടു നടക്കുന്ന ആളല്ല. നമുക്ക് വേറെ ലെവലാണ്. പരിപാടിയാണല്ലേ. നമ്മളിതൊക്കെ കുട്ടികളുണ്ടോ? അകത്തും പുറത്തൊക്കെ ആയിട്ട് 6 ഉണ്ട്. അതിന് മുമ്പ് ഇതൊക്കെ കല്യാണം കഴിച്ചോ? എന്തായി? പ്ലാൻ ബി പൊട്ടില്ലായിരിക്കുമല്ലോ അല്ലേ? ഇടുക്കട സാധനം പ്ലാൻ ബി പണ്ടം വരെ പുറത്തു പ്ലാൻ ബി പ്ലാൻ ബാലസുധ. നമുക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട്. എല്ലാവരും അവരവർക്ക് അറിയാവുന്ന ഉത്തരം എഴുതിയാൽ മതി. ആരെങ്കിലും കോപ്പി അടിക്കുന്ന ക്ലാസിന്റെ പുറത്തു കൊണ്ടിരും. ഞാൻ സ്റ്റാഫ് റൂം പോയിട്ട് വരാം. ഇവർ രണ്ടുപേർക്ക് ഒരേ കളിയാടാ ആണെന്ന് തോന്നുന്നു. ഒരു കടിക്ക് 2 പക്ഷി. എടാ നാളെ രാവിലെ സിനിമയ്ക്ക് പോകണം. പക്ഷെ ക്ലാസ് കട്ട് ചെയ്തോലും നടക്കൂല, പറ്റൂല. ക്ലാസ് കട്ട് ചെയ്ത് പോവാന്ന്. എടാ പറഞ്ഞോളൂ. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. റെഡി? കുറച്ച് പേഴ്സണലാ. നിങ്ങൾ പൊക്കോ, എനിക്ക് വിഷ്ണുവിനോട് സംസാരിക്കാനുള്ളേ. നീ ഞാൻ വന്നോളാം. ശരി എന്നാൽ പോടാ. എന്തായിരിക്കും ഇവിടെ കാര്യം? ആണോ? എന്തടി അമരോട് വെയിറ്റിംഗാ. നീ കാര്യം പറ. അത് നിന്നോട് കുറച്ച് നാളായി ഞാൻ പറയണമെന്ന് വിചാരിക്കുന്നു. എന്താ കാര്യം? എനിക്ക് നിന്നൊരാൾ ഇഷ്ടമാണെന്ന് പറയാൻ പറഞ്ഞു. ഇതാർന്നോ? ഇപ്പൊ എന്നെ കിട്ടിയാനെ? നീ എന്താ വിചാരിച്ചേ ഞാൻ നിന്നെ പ്രേമിക്കാൻ പോവാണെന്നോ?
അല്ല അങ്ങനല്ല, എന്നാലും എടാ നീ എന്റെ ബ്രോ അല്ലേടാ. എന്താ നിന്റെ അഭിപ്രായം? അത് നീ വിട്. നീ പെൺകുട്ടിയാണെന്ന് പറ. ഓ ചെക്കൻ്റെ ഒരു ധൃതി കണ്ടില്ലേ? അതൊക്കെ പറയാം, ചെലവുണ്ട്. നിന്റെ ഒരു ചെലവ് നീ പറ പ്ലീസ്. ആദ്യം ചെലവ്, അത് കഴിഞ്ഞാ പറയുള്ളൂ. നീ പറയണ്ടോ? ഇല്ല, ഇല്ല. ടീന, ഡീ, ടീന നിക്ക് പ്ലീസ്, നീ പറഞ്ഞിട്ട് പോ. ഡീ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, പ്രസംഗത്തിലായാലും എഴുത്തിലായാലും ശരി, മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കുക എന്നത് ഒരു കലയാണ്. മറ്റുള്ളവരെ ആകർഷിക്കുക, മറ്റുള്ളവരെ, അതാണ് പ്രസംഗകല. അതായത് അമേരിക്കയിലെ മുൻ പ്രസിഡന്റായിരുന്ന മഹാനായ ആരുടെ കക്ഷി? ലവ് മാറ്റർ വല്ലതാണോ? മറുപടി ഉടനെ പ്രതീക്ഷിക്കുന്നു. ഇതിന് വേറെ നമുക്ക് വേണ്ടി രാജ്യത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? അവിടെ ഒരു ലാളിത്യമുണ്ട്. അവിടെ ലാളിത്യമുണ്ട്. എവിടെ ലാളിത്യമുണ്ട്? ഭാഷയിൽ. ഭാഷയിൽ, മലയാള ഭാഷയിൽ ലാളിത്യമുണ്ട്. മലയാള ഭാഷയിൽ ലാളിത്യമുണ്ട്. നിന്റെ കയ്യിലെന്താണ്? സ്റ്റാൻഡപ്പ്. നിന്റെ അച്ഛനാടാ പട്ടി. ചിരിക്കാൻ പറഞ്ഞില്ലല്ലോ. ഇതാരെഴുതിയ? ചോദിച്ചത് കേട്ടില്ലേ? ഇത് ആരെഴുതിയതാണെന്ന്? വിഷ്ണു ആണ്. വിഷ്ണു. വിഷ്ണു, സ്റ്റാൻഡപ്പ്. ഇത് നീ എഴുതിയാണോ? ആണെന്നാ തോന്നണേ. തോന്നണോ? ആണോടാ? ഇത് നീ എഴുതിയാണോന്ന് ചോദിച്ചാൻ. ആ, നിന്റെ അച്ഛനാടാ പട്ടി. ഇതെല്ലാം മലയാളം ശരിയല്ല. ഞാൻ കുറച്ച് ഇതെല്ലാം മലയാളം ശരിയല്ല. അല്ലല്ല, നിന്റെ അച്ഛനാടാ പട്ടി. ഒന്നില്ലെങ്കിൽ നിന്റെ അച്ഛൻ പട്ടി, അല്ലെങ്കിൽ നിന്റെ അച്ഛൻ ആട്. ഇത് നിന്റെ അച്ഛനാടാ പട്ടി എന്നാണ്. ഇവനെയൊക്കെ മലയാളം പഠിപ്പിക്കണ എന്നെ വേണം തല്ലാൻ. അയ്യോ വേണ്ട വേണ്ട വേണ്ട. അവള് പറഞ്ഞ കേട്ട് കാത്തിരിക്കണ നമ്മളാണ് മണ്ടന്മാര്. ഞാൻ എനിക്ക് ടിവിയിലെ ബോക്സിംഗ് ഉണ്ട്. വിഷ്ണു, നിന്റെ അച്ഛനെ തല്ലല്ല കളിയല്ലേ? എന്താണ്? എന്തടി? ടീന തരാൻ പറഞ്ഞതാ. നാളെ പറയാമെന്ന് ടീന. തീരുമാനമായില്ലേ? നമുക്ക് പോവാം.